ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എ സി റെസിസ്റ്റൻസ് കൂടി കടത്തി വിടുമ്പോൾ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസാണ് പറഞ്ഞതല്ലേ. പ്രോപ്പർട്ടീസ് ഉദ്ദേശിക്കുന്നത് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ, കറണ്ടിൻ്റെ ഇക്വേഷൻ, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, രണ്ടിൻ്റെയും വേവ് റെപ്രസെൻറ്റേഷൻ, ഫേസ് ഡയഗ്രാം, പിന്നെ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞത് RMS കറണ്ട് എന്നും RMS വോൾട്ടേജ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതേ എ സി ഇൻഡക്ടർ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രോപ്പർട്ടീസാണ്. ഇൻഡക്ടർ എന്താണെന്ന് നിങ്ങൾ വിശദമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. എന്തായാലും നമ്മൾ ഇൻഡക്ടർ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കോയിലാണ്, സ്പ്രിങ് പോലത്തെ കോയിൽ. ഓക്കെ, ഈ കോയിലിനെ നമ്മൾ ഒരു എ സി ആയിട്ട് കണക്ട് ചെയ്യുക. സാധാരണ റെസിസ്റ്റൻസാണ് നമ്മൾ എ സി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി റെസിസ്റ്ററാണ് ആ കമ്പോണൻസ് അല്ലേ. ആ റെസിസ്റ്റർ എ സി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റർ കാണിക്കുന്ന ഓപ്പോസിറ്റ് നേച്ചറാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിച്ചത്. അതേപോലെ ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്യുമ്പോൾ ഇൻഡക്ടറിൻ്റെ കാണിക്കുന്ന ഓപ്പോസിറ്റ് പ്രോപ്പർട്ടി നമ്മൾ ഇൻഡക്റ്റൻസ് വിളിക്കാറ്. എല്ലാ ഇലക്ട്രോണിനെ റെപ്രസെൻ്റ് ചെയ്യാറ് ഇൻഡക്റ്റൻസ്. ഓക്കെ, പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇൻഡക്ടറിൽ കൂടെ ഒരു വാരിങ് കറണ്ട് കടന്നു പോകുമ്പോൾ ആ ഇൻഡക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വിശദമായിട്ട് പഠിക്കാനുള്ള പ്രോപ്പർട്ടിയാണ്. അത് കഴിഞ്ഞ ശേഷം ചാപ്റ്ററാണിത്. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാവും. എന്തായാലും ഇൻഡക്ടർ കൂടെ എ സി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടന്നു പോകുമ്പോൾ, ഒരു വാരിങ് കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണിത്. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt. ഓർത്ത് വെക്കുക, L എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡക്റ്റൻസ് ആണ്, di/dt എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ആണ്. EMF എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF, ആ ഇൻഡക്ടറിനെ ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ്. ഇതിനെ ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് നമ്മൾ E എന്ന ഇലക്ട്രോൺ റെപ്രസെൻ്റ് ചെയ്യുന്നത്. E അല്ല ശരി, ക്യാപ്സ്റ്റോൺ എന്ന ഇലക്ട്രോൺ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എ സി വോൾട്ടേജ് V ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ നമുക്കറിയാം V ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ സി റെപ്രസെൻ്റ് ഇക്വേഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ അതിന് മറ്റൊരു കാര്യം കൂടെ, ഇവിടെ നിങ്ങൾക്കൊരു മൈനസ് സൈനൂടെ കാണാം. ഈ ഇൻഡക്റ്റൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ നമുക്കൊരു മൈനസ് സൈനൂടെ കാണാം. പിന്നെ മൈനസ് ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അത് നമുക്ക് തൽക്കാലം മാഗ്നിറ്റ്യൂഡ് മാത്രമേ വേണ്ടൂ. മൈനസ് സൈൻ വരുന്നത് ലെൻസസ് റൂളിനാണ്. ഓപ്പോസിറ്റ് നേച്ചർ കാണിക്കാൻ വേണ്ടി മൈനസ് സൈനൂടെ വരാറുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സർക്യൂട്ടിൽ, നമ്മളിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ സർക്യൂട്ടിൽ നമ്മൾ കിർച്ചോഫ് ലൂപ്പ് റൂൾ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഇത്? V ഈസ് ഈക്വൽ ടു VL അപ്ലൈഡ് പൊട്ടൻഷ്യൽ ദാറ്റ്സ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ അക്രോസ് ദി ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ L ഇൻറ്റു di/dt. ഇതായിരിക്കുമല്ലോ. V നമുക്ക് മാറ്റാം. V മാറ്റി നമുക്ക് എന്താ കിട്ടും ഇവിടെ? V ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി അല്ലേ. സോ V0 സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt. ഇക്വേഷൻ ഇങ്ങനെ മാറിയില്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇതിലെ വോൾട്ടേജ് ഇക്വേഷനാണ്. വോൾട്ടേജ് നമ്മൾ എടുത്തതാണ് V ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ്, ഇതിന് മാറ്റമൊന്നും വരില്ല. ഇക്വേഷൻ നമ്പർ 1 എടുക്കാം. ഇത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. ഈ വോൾട്ടേജിനനുസരിച്ച് കറണ്ട് എങ്ങനെ മാറുന്നു നമുക്ക് അറിയേണ്ടത്. ക്ലിയർ? അപ്പോൾ കറണ്ട് എങ്ങനെ മാറുമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം കിട്ടിയ ഇക്വേഷനിലെ ഈ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. മറ്റേ നമുക്ക് എന്താ കിട്ടുക ഇവിടെ? di ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ di/dt ഈസ് ഈക്വൽ ടു എന്ത് വന്നു? di/dt ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? എല്ലിന് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ V0 ഡിവൈഡ് ബൈ L, പിന്നെ സൈൻ ഒമേഗ ടി എന്ന് വന്നു. ശരിയല്ലേ? ഓർ di ഈസ് ഈക്വൽ ടു സ്മോൾ കറണ്ട് di ഈസ് ഈക്വൽ ടു V0 ഡിവൈഡ് ബൈ L എന്ത് വരും ഇവിടെ? സൈൻ
ഒമേഗ ടി ഡി ടി എന്ന് വന്നു. ക്ലിയർ. ഈ ഡി എന്നെങ്കിൽ ഇനി കറണ്ട് കാണുമോ? കറണ്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ ഇടത് ഭാഗത്ത് ഇൻറ്റഗ്രേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? വലത് ഭാഗത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഈ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ ഇൻറ്റഗ്രേഷൻ ഉണ്ട്, മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് കൃത്യമായിട്ട് നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുന്ന ഇൻറ്റഗ്രേഷൻ അല്ലേ? ആ ഇൻറ്റഗ്രേഷൻ എങ്ങനെ ചെയ്യുന്നതൊക്കെ അറിയാം. ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരും. അല്ലാതെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കാത്ത ഇൻറ്റഗ്രേഷനാണിത്. ഇവിടെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും ഇല്ലല്ലോ. ഇത്തരം ഇൻറ്റഗ്രേഷൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഡി എ എന്ന് പറഞ്ഞാൽ സ്മോൾ കറണ്ട് അല്ലേ? അതിന് ഇൻറ്റഗ്രേറ്റ് നമുക്ക് എന്താ കിട്ടുക? കറണ്ട് ഐ എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് ലിമിറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരം ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ അവിടെ ഒരു ടേം കൂടെ വരും, അത് ഒരു കോൺസ്റ്റൻ്റ് ഇവിടെ അവിടെ വരും. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. വെൻ ടൈം ടി ഈസ് ഈക്വൽ ടു 0 എന്നൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് കോൺസ്റ്റൻ്റ് വാല്യൂ കണ്ടുപിടിക്കാറ്. ക്ലിയർ. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇവിടെ എന്താ കിട്ടുമെന്നറിയോ? ഇവിടെ ആരൊക്കെയാണ് കോൺസ്റ്റൻറ്റ് യൂണിഫോം വാല്യൂ വരുന്നത്? വി നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, കാരണം പീക്ക് വാല്യൂ ആണ്. എൽ ഇൻറ്റഗ്രൻസ് കോൺസ്റ്റൻ്റ് ആണ്. വി നോട്ട് ഡിവൈഡ് ബൈ എൽ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് നമുക്ക് എന്താ വരൂ? ഇൻറ്റഗ്രൽ സൈൻ ഒമേഗ ടി മാത്രമല്ലേ വരൂ ഇൻറ്റു ഡി ടി. അപ്പം നമ്മൾ ഇടത് ഭാഗത്ത് ഇൻറ്റഗ്രേഷൻ ചെയ്തു. സോ അവിടെ ലിമിറ്റ് നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് അവിടെ കോൺസ്റ്റൻറ്റ് വന്നു. വലത് ഭാഗത്ത് ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ വി നോട്ട് ഡിവൈഡ് ബൈ എൽ സൈൻ ഒമേഗ ടി ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ഒമേഗ ടി ആണ്. ഓക്കെ, ഇവിടെ ടി മാത്രമല്ല ഫംഗ്ഷൻ വരുന്ന ഒമേഗയും കൂടിയുണ്ട്. ഒമേഗയും ടൈമിൻ്റെ ഒരു ഫംഗ്ഷനാണ്. സോ ഡിവൈഡ് ബൈ എന്തുകൂടെ വരും? ഇവിടെ ഒമേഗ കൂടെ വരും. നിങ്ങൾ മാത്സിൽ നിങ്ങൾ പഠിക്കും. ഇനിയാണ് ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ വരും. ഡിഫറൻസിയേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു ഒമേഗ, രണ്ട് ഫംഗ്ഷൻ വരുമ്പോൾ ഇൻറ്റു ഒമേഗ വരും അല്ലേ? ഇൻറ്റഗ്രേഷൻ ആകുമ്പോൾ ഡിവൈഡ് ബൈ ഒമേഗ എന്ന് വരും. പ്ലസ് എന്തുകൂടെ വരും? നമ്മൾ ലിമിറ്റ് കൊടുക്കാത്തതുകൊണ്ട് പ്ലസ് കോൺസ്റ്റൻ്റ് കൂടെ വരും. ശരിയാണല്ലോ? അപ്പം ഈ കോൺസ്റ്റൻ്റ് വാല്യൂ നമ്മൾ ലിമിറ്റ് ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. ഈ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അതേപോലെ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ഇവിടെയും നമുക്ക് എന്താ കിട്ടുക? കോൺസ്റ്റൻ്റ് 0 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് ആയി നമുക്ക് എങ്ങനെ വരും? രണ്ട് ഭാഗത്ത് 0 ആയിട്ട് മാറിയല്ലോ. നമുക്ക് എന്താ കിട്ടും? ഇവിടെ മൈനസ് വി നോട്ട്, താഴെ എന്ത് വന്നു? എൽ ഒമേഗ, പിന്നെ വരുന്നത് കോസ് ഒമേഗ ടി ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റം. ഇറ്റ്സ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു വി നോട്ട് എൽ ഒമേഗ എന്ന് പറഞ്ഞ് ഞാൻ എക്സ് എൽ എന്ന ടേം എടുക്കുവാണ്. എക്സ് എൽ. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ആറിന് പകരം ഒരൊറ്റ ടേം എക്സ് എന്ന ഒരൊറ്റ ടേം ഇൻറ്റു എന്ത് വന്നു? കോസ് ഒമേഗ ടി എന്ന് വന്നു. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു എൽ ഒമേഗയാണ്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കാറ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് വിളിക്കാറ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പേരോർത്ത് നോക്കുക. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കറണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഫോർ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു, ഇതാണ് കഴിഞ്ഞ പേജ് കിട്ടിയത്. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡ് ബൈ എക്സ് എൽ, മൈനസ് ഉണ്ട്, പിന്നെ വന്നത് കോസ് ഒമേഗ ടി ആണല്ലേ. ഈ വി നോട്ട് ഡിവൈഡ് ബൈ എക്സലിന് പകരം വേണമെങ്കിൽ എനിക്ക് പകരം ഇങ്ങനെ എഴുതാം. ഇറ്റ്സ് ഈക്വൽ ടു ഐ നോട്ട് എന്ന് എഴുതാം ഇൻറ്റു കോസ് ഒമേഗ ടി. ഇവിടെ ഐ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ പീക്ക് കറണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്തിൻ്റെ ഇക്വേഷൻ വരുന്നത്? കറണ്ടിൻ്റെ ഇക്വേഷൻ വരുന്നത്. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഐ നോട്ട് കോസ് ഒമേഗ ടി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 വേർ ഇങ്ങനെ എഴുതാൻ പറ്റും. വേർ ഐ നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഐ നോട്ട് ഈസ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡ് ബൈ എക്സ് എൽ ആണ്. ഓക്കെ, ഇനി എന്താ എക്സ് എൽ എന്നും പറഞ്ഞു? എക്സ് എൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് എൽ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? എൽ ഒമേഗയാണ്, അല്ലെങ്കിൽ ഒമേഗ എൽ ആണ്. ഇങ്ങനെ നമ്മൾ വിളിച്ചത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജനറലായിട്ട് നമുക്ക് അറിയുന്ന കാര്യം വി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ എന്നാണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഈ എക്സലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വരുന്ന ടേം എന്താണ്? ആറാണ് വരുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ
ഈ എക്സൽ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരെ യൂണിറ്റ് തന്നെയായിരിക്കും, ആറിൻ്റെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും. ഇതും പലപ്പോഴും എക്സാമിന് ചോദിച്ചതാണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ പല എൻട്രൻസുകളിലും ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, ഓർത്ത് വെക്കുക. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഡയമെൻഷൻ. എങ്ങനെ റെസിസ്റ്റൻസ് ഡയമെൻഷൻ കാണുക? ആർ ഈസ് ഈക്വൽ വി ബൈ ഐ. വി കാണണമെങ്കിൽ എന്ത് വേണം? വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ കാണാൻ നമ്മൾ എന്ത് വേണം? വർക്ക് ഡിവൈഡ് ബൈ ചാർജ് എന്ന ടേം യൂസ് ചെയ്യേണ്ടി വരും. അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ആ ഡയമെൻഷൻ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഡയമെൻഷൻ കിട്ടും. ക്ലിയർ? എന്തായാലും ഈ രണ്ട് ഇക്വേഷൻസ് 1ഉം ഇക്വേഷൻ 2 ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി. രണ്ടാമത് വന്ന ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഐ നോട്ട് കോസ് ഒമേഗ ടി ആണ്. ഓക്കെ, ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ മാറ്റി എഴുതാം. നോക്കിക്കോളെ, ഞാൻ ഇക്വേഷൻ മാറ്റിയിട്ട് ഇങ്ങനെ എഴുതുവാണ്. ഐ ഈസ് ഈക്വൽ ടു ഈ മൈനസ് ഐ നോട്ടിന് പകരം നോക്കിക്കോളെ, സോറി, നിങ്ങൾ കോസ് ഒമേഗ ടിക്ക് പകരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു? കോസ് തീറ്റ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പഠിച്ചല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ് ഒമേഗ ടിക്ക് വരെ നമുക്കിവിടെ എന്ത് എഴുതാം? സൈൻ പൈ ബൈ 2 മൈനസ് ഒമേഗ ടി എന്ന് എഴുതിക്കൂടെ? ഞാൻ എന്തിനാണ് ഇങ്ങനെ മാറ്റാനുള്ള കാരണം? ഇങ്ങനെ മാറ്റാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്ക് വരുന്നത് എന്തായിരുന്നു? സൈൻ്റെ ടേമിലാണല്ലേ? ഇക്വേഷൻ സൈൻ്റെ ടേമിലാണുള്ളത്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കറണ്ട് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കറണ്ടിന് നമ്മൾ സൈൻ ടേമിലേക്ക് മാറ്റണം. ക്ലിയർ? ഇതിൽ ഒരു കാര്യം കൂടെ, ഒരു ടേം കൂടെ ഓർത്ത് വെക്കുക. നിങ്ങൾ പഠിച്ച വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതുകൂടി നിങ്ങൾക്കറിയാം, മൈനസ് സൈൻ തീറ്റ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ഈക്വൽ ടു സൈൻ മൈനസ് തീറ്റയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈക്വേഷൻ ഇങ്ങനെ മാറ്റാൻ ദാറ്റ്സ് ഈക്വൽ ടു ഐ നോട്ട്, ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സൈൻ പൈ ബൈ 2 മൈനസ് ഒമേഗ ടി എന്ന് വന്നു. മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ മൈനസ് തീറ്റയാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഐ നോട്ട് സൈൻ മൈനസ് എന്ത് വരും? മൈനസ് പൈ ബൈ 2 മൈനസ് ഒമേഗ ടി എന്ന് വരും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് കറണ്ട് ഇക്വേഷൻ വരുന്നത്? therefore I is equal to എന്ത് കിട്ടി? I is equal to I naught. പിന്നെ ഈ മൈനസ് ഇവിടെ കാണുന്ന മൈനസ് അല്ലേ? ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പൈ ബൈ 2 മൈനസ് ആയിട്ട് മാറും. ഈ ഒമേഗ ടി എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. സോ ഐ നോട്ട് എന്ത് വന്നു? സൈൻ ഒമേഗ ടി പോസിറ്റീവായി മൈനസ് പൈ ബൈ 2 ആയി. ഇക്വേഷൻ നമ്പർ 3. നേരത്തെ കിട്ടിയ വോൾട്ടേജ് ഇക്വേഷൻ ഓർമ്മയുണ്ടായിരുന്നോ? വോൾട്ടേജ് ഇക്വേഷൻ ആയിരുന്നു വി ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് വി ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി ആണല്ലേ? അതായിരുന്നു നമ്മൾ ഇക്വേഷൻ നമ്പർ 1, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇക്വേഷന് ഈ 1ഉം 3ഉം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇവിടെ നമുക്ക് ഒമേഗ ടി മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് വരുന്നുണ്ട്? ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് വരുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എ സി ഇൻഡക്ടർ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് ഒന്നുകിൽ മൈനസ് പൈ ബൈ 2 എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കത് പൈ ബൈ 2 ആംഗിൾ പിറകിലാണെന്ന് പറയാം, ശരിയല്ലേ? അപ്പം ഇൻഡക്ടർ കൂടി എ സി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് എത്രയാണ്? അത് പൈ ബൈ 2 ആണ്. ക്ലിയർ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിനി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ റെപ്രസെൻറ്റ് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോഴോ എന്തായിരിക്കും ആ ഗ്രാഫിൻ്റെ ഷേപ്പ് വരിക? ഓർത്ത് വെച്ചോ. അത് നമുക്ക് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ഇതൊക്കെയാണ്. ഒന്ന് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് വേണേ. ഫസ്റ്റ് ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി, ഇക്വേഷൻ നമ്പർ 1 എന്നെടുത്തു. പിന്നെ കിട്ടിയ ഇക്വേഷൻ ആയിരുന്നു കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ മൈനസ് ഐ നോട്ട് cos omega t, equation number 2, and third one is current I is equal to that is a minus illa I naught
പിന്നെ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ഇക്വേഷൻ നമ്പർ 3. ഈ 3 ഇക്വേഷൻസാണ് കിട്ടിയത്. ശരി. അപ്പം ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാവുന്നേക്കുള്ളേ? നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ നമ്മൾ സൈൻ വേവ് എടുത്ത് വരക്കുകയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ്, ഇവിടെ ടൈം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഗ്രാഫിൻ്റെ ഷേപ്പ്? വി ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി, ഇക്വേഷൻ നമ്പർ 1. അപ്പം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതൊരു സൈൻ വേവ് ആയിരിക്കുമല്ലോ അല്ലേ? ഇത് ടി ആണ്, ഇതെന്താണ്? ഇത് T/2 ആണ്. ഇത് പീക്ക് വാല്യൂ, ഇത് നെക്സ്റ്റ് പീക്ക് വാല്യൂ ഇവിടെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നെക്സ്റ്റ് 0 ആയിട്ട് വരുന്ന പോയിന്റ്. ശരിയല്ലേ? ഇതേ ആക്സിസിൻ്റെ മുകളിൽ നമ്മളിനി കറണ്ടിനെ വരക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഗ്രാഫിൻ്റെ ഷേപ്പ് എന്നുള്ളതാണ്. കറണ്ടിന് വരക്കുമ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എടുക്കുക. കറണ്ട് ഇക്വേഷൻ വരുന്നത് ഇവിടെ -I0 കോസ് ഒമേഗ ടി ആണെന്ന് പറഞ്ഞാൽ അതൊരു കൊസൈൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം? അതൊരു കൊസൈൻ ഗ്രാഫ് ആയിരിക്കണം. സൈൻ ഗ്രാഫും കൊസൈൻ ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സൈൻ 0 ആണ്, അതേസമയം കോസ് 0 1 ആണ്. എന്ന് പറഞ്ഞാൽ സൈന് എപ്പോഴാണോ മിനിമത്തിൽ വരിക ആ സമയത്ത് കൊസൈൻ എന്തായിരിക്കണം? മാക്സിമത്തിലായിരിക്കണം. അങ്ങനെയല്ല. ഇവിടെ നമ്മൾ വരക്കുമ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്തായിരിക്കണം? കറണ്ട് വോൾട്ടേജ് 0 എന്ന സമയത്ത് കറണ്ട് എന്തിനായിരിക്കണം? മാക്സിമത്തിലായിരിക്കണം. കറണ്ട് മാക്സിമത്തിലാവുമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കറണ്ട് ഇവിടെ വരാം, അല്ലെങ്കിൽ കറണ്ട് ഇവിടെ വരാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് ഉണ്ട്. അതുകൊണ്ട് എവിടെയായിരിക്കും കറണ്ട് സ്റ്റാർട്ട് ചെയ്യുക? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ? എന്തായാലും കറണ്ടിൻ്റെ വാല്യൂ വോൾട്ടേജിൻ്റെ വാല്യൂക്കാളും കുറച്ചൊന്ന് കുറവായിരിക്കും. പീക്ക് വാല്യൂ എപ്പോഴും ഒന്ന് കുറവായിരിക്കും. കുറവാനുള്ള കാരണം നമ്മൾ പഠിച്ചതാണ് I0 is equal to V0 divided by L omega വരുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മൈനസ് ആയതുകൊണ്ട് നമുക്ക് താഴേക്ക് വന്നു. കൊസൈൻ ആയതുകൊണ്ട് എന്തായിരിക്കണം? ഇനീഷ്യൽ വാല്യൂ മാക്സിമത്തിലായിരിക്കണം അല്ലേ? കോസ് 0 1 ആണ്, മാക്സിമത്തിലായിരിക്കണം. ശരി, അപ്പോൾ സൈന് മാക്സിമമും കൊസൈൻ എന്തായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വന്നു. സൈന് മാക്സിമത്തിലാവുമ്പോൾ കോസ് 0 ആയിട്ട് മാറി. സൈന് 0 ആകുമ്പോൾ കോസ് എന്താവണം? മാക്സിമത്തിൽ വരണം. തിരിച്ചിങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് റെപ്രസെൻ്റ് ആരെയാണ്? ഇത് കറണ്ടിനെയാണ്. അത് ഏത് ഇക്വേഷൻ വെച്ച് നമ്മൾ കിട്ടുന്നത്? -I0 കോസ് ഒമേഗ ടി എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് ആരെയാണ്? ഇത് വോൾട്ടേജിനെയാണ്. ഏത് ഇക്വേഷനാണ്? V is equal to V0 സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, ഇതാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനെ ഫേസ് ഡയഗ്രാം എങ്ങനെയാണ് വരക്കുക? ഫേസ് ഡയഗ്രാം എന്താണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഫേസ് ഡയഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? വോൾട്ടേജും കറണ്ടും നമ്മൾ വെക്റ്റേഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യും, റൊട്ടേറ്റിംഗ് വെക്റ്റേഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യും വിത്ത് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദം. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ആക്സിസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യാം. വോൾട്ടേജ് എവിടെ എങ്ങനെ വേണമെങ്കിൽ എടുക്കേ. വോൾട്ടേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആക്സിസ് കൂടി ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ചില ഇതിലൊക്കെ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് വോൾട്ടേജ് ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വോൾട്ടേജ് ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വോൾട്ടേജ് എടുക്കുന്നത് ഈ ഡയറക്ഷനിലായതുകൊണ്ട് ഞങ്ങളുടെ വോൾട്ടേജ് ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ പീക്ക് വാല്യൂ ആണ് ഇത് V0. ഇതേ ആക്സിസിൻ്റെ മുകളിൽ നമ്മൾ ടൈമിന് കറണ്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? കറണ്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ വേണം? ഈ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ വേണം എടുക്കാൻ. ഇവിടെ കറണ്ടിൻ്റെ ഫേസ് ഡിഫറൻസ് 5/2 കുറവാണ് അല്ലേ? വോൾട്ടേജ് കമ്പയർ ചെയ്യുമ്പോൾ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് വരിക? 5/2 ആംഗിൾ പിറകിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ കറണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്തായാലും വോൾട്ടേജിൻ്റെ അത്ര പീക്ക് വാല്യൂ വരില്ല. ഇത് I0 ആണ്. ഈ ആംഗിൾ എത്ര ആയിരിക്കണം? 5/2 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫേസർ. മനസ്സിലായല്ലോ? ഇത് വേണം നമുക്ക് അങ്ങനെ തന്നെ വേണം റൊട്ടേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. നേരെ വേണം റൊട്ടേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. ഈ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് വേണം ഇങ്ങോട്ടേക്ക് വരക്കാം. അങ്ങോട്ടേക്ക് വരക്കുമ്പോൾ കറണ്ട് അങ്ങോട്ടേക്കായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും. 5/2 ആംഗിളല്ലേ വരുക. പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സൗകര്യം, പെട്ടെന്ന് മനസ്സിലാകും ഇതായിരിക്കും. മറ്റേ ആക്സിഡൻറ്റ് കൂടി നമുക്ക് മനസ്സിലാകും. കുറച്ച് പടമായതുകൊണ്ട് ഞാൻ തിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്തായാലും രണ്ട് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര വേണം? 5/2 വേണം. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? AC ഒരു ഇൻഡക്ടറിൽ കൂടി കടന്നു പോകുമ്പോൾ കറണ്ട് വോൾട്ടേജിനേക്കാളും
π/2 ആംഗിൾ ലാഗ് ചെയ്യുന്നു, പിറകിലാണ്. അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ടിനേക്കാളും π/2 ആംഗിൾ ലീഡ് ചെയ്യുന്നു, വോൾട്ടേജ് അല്ലെങ്കിൽ π/2 ആംഗിൾ മുന്നിലാണ്. ഫിസിക്കൽ മീനിങ് എന്താണെന്ന് അറിയാലോ. കറണ്ട് മാക്സിമം എത്തുമ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും? മിനിമത്തിലായിരിക്കും. അത് നമ്മൾ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതെൻ്റെ ഫിസിക്കൽ മീനിങ്. ഇനി കറണ്ട് മിനിമത്തിലാവുമ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും? മാക്സിമത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഫേസറും വേവും കമ്പയർ ചെയ്ത് പഠിച്ചേക്കുക. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ 3 ഇക്വേഷൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇക്വേഷൻ 1ഉം 2ഉം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേവ് റെപ്രസെൻറ്റേഷൻ വരയ്ക്കുന്നത്. ഇക്വേഷൻ 1ഉം 3ഉം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി ഇതല്ലാതെ നമുക്കിനി അടുത്ത് എന്തായിരുന്നു വേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സാധനങ്ങൾ നോക്കിയാൽ മതി. അതേ എല്ലാം ഒരേ ഓർഡറിലാണ് പോവുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നമുക്കിനി വേണ്ടത് ഇനി ആവറേജ് പവറാണല്ലേ. ആവറേജ് പവർ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. ആവറേജ് പവർ കാണണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ പവർ പി ഈസ് ഈക്വൽ ടു വി ഐ ആണ് ജനറൽ ഇക്വേഷൻ. എ സിൻ്റെ കേസാണെങ്കിൽ നമുക്ക് ഇൻഡക്ടറിൻ്റെ കേസാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ഐക്ക് പകരം എന്ത് കിട്ടും? ഐ ഈസ് ഈക്വൽ ടു -I0 കോസ് ഒമേഗ ടി എന്ന് വരും. ശരിയല്ലേ? സോ ഇറ്റ്സ് ഈക്വൽ ടു -V0 I0 പിന്നെന്താ വരുന്നത്? സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ഇതാണ് ഇൻഡക്ടറിലെ കേസ് പവറിൻ്റെ ജനറൽ ഇക്വേഷൻ. ഇനി ആവറേജ് പവർ കാണുമ്പോഴോ ആവറേജ് പവർ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആവറേജ് എടുക്കണം. അങ്ങനെ ആവറേജ് എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവറേജ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷനാണ്. അവിടെ നമുക്ക് യൂണിഫോം വാല്യൂസൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ V0 I0 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? ആവറേജ് ഓഫ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ആണ് അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 2 sin θ cos θ. എന്തായിരുന്നു 2 sin θ cos θ? sin 2θ ആണ്. sin 2θ ഈസ് ഈക്വൽ ടു 2 sin θ cos θ എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈക്വേഷൻ എങ്ങനെ മാറും? V0 I0 sin θ cos θ. ഇപ്പോൾ ഈ ഇക്വേഷൻ തന്നെ ഇവിടെ തന്നെ നമുക്ക് തിരിച്ചിങ്ങനെ എഴുതാമല്ലോ. sin θ cos θ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? sin θ cos θ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ sin 2θ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ്സ് ഈക്വൽ ടു sin 2 ഒമേഗ ടി ഡിവൈഡ് ബൈ 2 എന്ന് വന്നു. ശരിയല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു -V0 I0 ഡിവൈഡ് ബൈ 2 പിന്നെ എന്താ വരുന്നത്? ആവറേജ് ഓഫ് sin 2 ഒമേഗ ടി ആണ്. എന്തായിരിക്കും sin 2θയുടെ ആവറേജ്? ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുമ്പോൾ sin θ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. sin θ നമ്മൾ കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. അപ്പോൾ ആവറേജ് കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുമ്പോൾ എന്താ കിട്ടി നമുക്ക്? ആവറേജ് ഈസ് ഈക്വൽ ടു 0 ആയിരുന്നു അല്ലേ. പോസിറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോകും. ആവറേജ് 0 ആവാത്ത കേസ് ഏതായിരുന്നു? നമ്മൾ റെസിസ്റ്റൻസ് കേസ് പറഞ്ഞു. അവിടെ sin സ്ക്വയർ ഒമേഗ ടി ആയിരുന്നു. ഇവിടെ സ്ക്വയർ ആണ് ഉള്ളത്, ഇവിടെ അല്ല. ഇവിടെ എന്താ ഉള്ളത്? sin 2 ഒമേഗ ടി ആണ്. sin 2 ഒമേഗ ടി എന്ന് ഗ്രാഫിക്കിൽ വരച്ചു കഴിഞ്ഞാൽ അതിനും ഇങ്ങനെ തന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും വരും. അതുകൊണ്ട് തന്നെ ഈ sin 2 ഒമേഗ ടിയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് 0 ആയിരിക്കും. ഓക്കെ, ഇതിങ്ങനെ നല്ലത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷനില്ലേ, ഏതോ ആവറേജ് ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ 0 ടു ടി ടി ഡി ടി എന്ന ഇക്വേഷൻ. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ല. നമ്മൾ ഓർത്ത് വെക്കുക, ആവറേജ് ഓഫ് sin 2 ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 0 ആണ്. ആവറേജ് ഓഫ് sin സ്ക്വയർ ഒമേഗ ടി എത്രയായിരുന്നു? അത് 1/2 ആയിരുന്നു റെസിസ്റ്റൻസ് കേസ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഈ ടേം 0 ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് കിട്ടും? ആവറേജ് പവർ പി ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 0 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ വരുന്നത്. ആവറേജ് പവർ ഈസ് ഈക്വൽ ടു 0. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത്. എ സി ത്രൂ എൻ ഇൻഡക്ടർ അല്ലേ. എ സി ത്രൂ ഇൻഡക്ടർ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഓർത്ത് വെക്കുക. കിർച്ചോഫ് ലൂപ്പ് റൂൾ എന്താണെന്ന് ഓർത്ത് വെക്കുക. എന്താ കിർച്ചോഫ് ലൂപ്പ് റൂൾ വരുന്നത്? ഇവിടെ V ഈസ് ഈക്വൽ ടു L ഇൻറ്റു dA/dt ആണ്. ഇതാണ് കിർച്ചോഫ് ലൂപ്പ് റൂൾ. അത് അപ്ലൈ ചെയ്യുന്നു. വിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയ ജനറൽ ഇക്വേഷൻ തന്നെയാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷനാണ് V ഈസ് ഈക്വൽ V0 സൈൻ ഒമേഗ ടി.
അതിൽ നമ്മൾ എന്ത് കാണണം? കറണ്ട് കാണണം. കറണ്ട് കാണണമെങ്കിൽ വീണ്ടും കിർച്ചോഫ് ലൂപ്പ് റൂൾ കൊണ്ടുവരുന്നു, ഇൻറ്റഗ്രേഷൻ നടത്തുന്നു. ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ അവിടെ എന്ത് വരും? ഒരു കോൺസ്റ്റൻറ്റ് ടേം വരും. പക്ഷേ രണ്ട് സൈഡിലും കോൺസ്റ്റൻറ്റ് എന്തായി മാറും? 0 ആയിട്ട് മാറും. അതിൻ്റെ ടൈം ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കേസാണ് ഓട്ടെ. പിന്നെ അതിൽ നിന്ന് നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടും. മൈനസ് സൈൻ നോട്ട് കോസ് ഒമേഗ ടി എന്ന് കിട്ടും അല്ലേ. ആ കോസ് ഒമേഗ ടി നമുക്ക് സൈൻ ടേമിലേക്ക് മാറ്റാം. സൈൻ ടേമിലേക്ക് മാറ്റാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞല്ലോ. സൈൻ ടേമിലേക്ക് മാറ്റാനുള്ള കാരണം നമുക്ക് എന്താവശ്യമുള്ളതുകൊണ്ടാണ്? വോൾട്ടേജും കറണ്ടും നമുക്ക് കമ്പയർ ചെയ്യേണ്ടതുകൊണ്ടാണ്. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ സൈനിലാണ്. അപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ കറണ്ടും എന്തായിരിക്കണം? സൈൻ ടേമിലായിരിക്കണം. അവിടെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ കിട്ടി. വി ഇസ് ഈക്വൽ ടു ഐ ഇസ് ഈക്വൽ ടു ഐ നോട്ട് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് കിട്ടി. ആ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് നമുക്ക് ഫേസ് ഡിഫറൻസ് മൈനസ് പൈ ബൈ 2 വന്നു. അത് വെച്ച് നമ്മൾ അതിൻ്റെ വേവ് റെപ്രസെൻറ്റ് വരച്ചു, അതിൻ്റെ ഫേസ് ഡയഗ്രാം വരച്ചു. പിന്നെ നമ്മൾ ചെയ്തത് അതിൻ്റെ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ കൂടി കാണാനാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ആവറേജ് ഓഫ് സൈൻ 2 ഒമേഗ ടി എന്ന് പറഞ്ഞപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഇത് വെച്ച് ഇനി പ്രോബ്ലങ്ങൾക്ക് ചോദിച്ച് ചെയ്യാനുണ്ട്. നേരത്തെ ക്ലാസ് ചെയ്യാം. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിന് പഠിക്കാനുള്ളത്.